കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് മന്ത്രി പി. രാജീവ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുള്ള കേരളത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. സ്റ്റാർട്ടപ്പ് ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന കേരളത്തിലെ യുവാക്കളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും പി. രാജീവ് ആരോപിച്ചു. ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോൾ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട്. ഇത്രയും കേരളത്തെ ശത്രുതയാക്കാൻ പാടുണ്ടോ? ഞാനിതൊന്നും ഇപ്പൊ പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല. ഇത് നമ്മുടെ നേട്ടമല്ലേ? ഇത് 46 ആവറേജ് എപ്പോഴും ബേസ് ഇയർ ഒരേപോലെ എടുക്കുള്ളൂ. കേരളത്തിൽ 19-20 ആണെങ്കിൽ ലോകത്തിന്റെ 19-20 ആയിരിക്കും. ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ലോകം 19-20 എടുക്കുമ്പോൾ 46% വളർന്നു. കേരളം 19-20 എടുക്കുമ്പോൾ 246% വളർന്നു. മലയാളി അഭിമാനിക്കണ്ടേ? അതിനകത്ത് ഇത് LDFന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. മിക്കവാറും രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത്. ഇത് നാടിനാകെ വന്ന നേട്ടമാണ്. ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? ഇപ്പൊ നോക്കൂ, സ്റ്റേറ്റ് റാങ്കിങ്ങിൽ വന്നോ? ഒന്ന് വലുതായി ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ക്യാമറകളൊന്ന് സൂം ചെയ്ത് അങ്ങോട്ട് എടുത്ത് നോക്കി. 254%. ഗ്ലോബൽ ആവറേജ് 46%. ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. ഈ ചെറിയ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറഞ്ഞു. ഗ്ലോബൽ ആവറേജ് 46%, കേരള ആവറേജ് 254%. ശതമാനം സാധാരണ വിശകലനത്തിനെടുക്കുന്നത് ഒരേ സ്വഭാവത്തിലായിരിക്കും. ഒരു രാജ്യമാകാം, ഒരു പ്രദേശമാകാം, കാലമാകാം, എല്ലാം ഒരേപോലെ ആയിരിക്കും. എങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 46%, അപ്പൊ കുറെ കൂടി വലുതായി. 46%, 254%. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഓരോ മലയാളിക്ക് അഭിമാനിക്കേണ്ടതാണ്.